ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ഇട്ടാ റൗണ്ട് ടൈപ്പിലുള്ള ബ്ലാക്ക് ബ്ലാക്ക് അല്ല, സിൽവർ ആണ് അതിന്റെ സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. സിൽവർ കളറുള്ള ഒരു അടിപൊളി റൗണ്ട് സ്മാർട്ട് വാച്ച് ആണ്. അമോ LED വരുന്നത്. ബ്രാൻഡ് കോർ ജർമ്മനി. അതിന്റെ മോഡൽ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. റോക്ക് 27+ ജർമ്മനി എന്നെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ബോക്സിന്റെ അടിവശത്ത് ഇതാ 16 days സ്റ്റാൻഡ് ബൈ ബാറ്ററി ലൈഫ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ക്രീന്, അതിൻ്റെ അതും മെസ്സേജ് നോട്ടിഫിക്കേഷൻ വേണതും ബ്ലൂടൂത്ത് കോളിങ്ങും സ്പോർട്സ് മോഡിൻ്റെതും അങ്ങനെ ടച്ച് സ്മൂത്തിൻ്റെത് വാട്ടർ വെതറിന്റെ സംഭവങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. വാച്ചിന്റെ പിറകു വശത്ത് അതിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ കമ്പനി നമുക്ക് ഇങ്ങനെ അത്രയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല മോഡലിലും പല വേരിയേഷനും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു സ്മാർട്ട് വാച്ചിന്റെ യുഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പല കൂട്ടുകാരന്മാരും വാങ്ങുന്നത് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തരും. എന്റെ ചാനലിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറൗണ്ടർ വീഡിയോ ആയി മാറിയിട്ടാ. സ്പോർട്സ് പരമായിട്ടും സ്കൈറ്റിങ്ങിൻ്റെതും വ്ളോഗിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചാനലായി മാറിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കാണുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് വാച്ച് അങ്ങനെ നമുക്ക് നോക്കി നോക്കാം. സുഹൃത്തുക്കളെ, വീഡിയോ സ്റ്റെപ്പ് തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകട്ടോ. അടിപൊളി ബോക്സ് പാക്കറ്റിലാണ് ഇരിക്കുന്നത്. ഇതവിടെ മാറ്റി വെക്കട്ടെ. അയവ അടിപൊളി. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റീലിന്റെ സ്ട്രാപ്പ് ഇട്ടാ. അതും ഒരു രക്ഷയില്ലാത്ത തന്നെയാണ്. അതിന്റെ ആ സൗണ്ടും ആ ഒരു ഇതും കണ്ട് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞാണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു ലെതറിന്റെ സ്ട്രാപ്പാണ്. ഇത് ഞാൻ അത്ര ഇത് ചെയ്യുന്നില്ല, അത്ര വലിയ ഗുണമുള്ള ടൈപ്പ് അല്ല. ഇത് കുഴപ്പമില്ല, സിലിക്കോൺ സ്ട്രാപ്പ് ഓക്കെയാണ് സംഭവം. ഒരു വയർലെസ് USB വിത്ത് റൗണ്ട് ചാർജിങ് കേബിൾ ഒട്ടിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ സാധനം, സ്മാർട്ട് വാച്ച്. അടിപൊളി സിൽവർ ബോഡിയാണ്. ഇവിടെ വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ കേസാണ്. ഇവിടെയാണ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നത്, ചാർജിങ്ങിൻ്റെതും. ഒരു അടിപൊളി ക്രൗൺ ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടാ. ഒരു സ്മൂത്ത് ആണ്, സൗണ്ട് ഒന്നുമില്ല തേക്കുന്ന സമയത്ത്. ഇവിടെ ഒരു ബട്ടൺ കൂടിയും കാണുന്നുണ്ട്. ഇത് വേണം ഓൺ ഓഫിന്, അല്ലെങ്കിൽ സ്പോർട്സിന്റെ ഇതിക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും എഴുതി കാണുന്നില്ല. ഇവിടെ വന്നിട്ട് മൈക്ക് കാണുന്നുണ്ട്, ഇവിടെ സ്പീക്കർ വരുന്നുണ്ട് കേട്ടാ. അത്ര തന്നെ ഉള്ളൂ. ആധികാരികമായിട്ട് ഇവിടെ എഴുതിയിട്ടൊന്നും കാണുന്നില്ല. 4 സ്ക്രൂ വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ബാറ്ററി കംപ്ലൈന്റ് ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് റിപ്പയറിങ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത്. ഏതായാലും നമുക്ക് സ്റ്റിക്കർ എടുത്തിട്ട് എങ്ങോട്ട് നമുക്ക് നോക്കി നോക്കാം. അടിപൊളി. ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് നോക്കണം. ഹലോ എന്ന് പറഞ്ഞിട്ട് ബോട്ടിങ് ആയി വരുന്നുണ്ട്. ഒരു അടിപൊളി ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കാണുന്നത്. ഇത് നമുക്കിങ്ങനെ തിരിച്ചു നോക്കാം. ആഹാ, നല്ല ആനിമേഷനുള്ള ഡയലുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. തിരിക്കണ സമയത്ത് ഒരു വൈബ്രേഷനും കൂടി നമുക്ക് ഒരു ഇത് വരുന്നുണ്ട്. അത് വേണം നമുക്ക് ഓഫ് ചെയ്യട്ടോ, ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ. ആൺ വോയിസ് ഡിസ്പ്ലേയും ആവുന്നുണ്ട്. ഫുള്ള് സംഭവങ്ങൾ കണ്ടിട്ടേ ഇതില് നല്ല സംഭവങ്ങൾ കൂടിയിട്ടുള്ളതാണ്. ഒരു അടിപൊളി ഡിസ്പ്ലേ, അമോ LED ആയിട്ട ഡിസ്പ്ലേ വരുന്നത്. സൂപ്പർ, ഒരു രക്ഷയല്ല. നമുക്ക് സെറ്റിങ്ങിലെല്ലാം പോയി നോക്കി നോക്കണം. അതിനു മുമ്പ് മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇതാക്കിയെന്നുണ്ടാൽ നോട്ടിഫിക്കേഷൻ്റെ ആ സംഭവമാണ് വരുന്നത്. അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇത് ചെയ്യുമ്പോൾ ഇപ്പൊ വരുന്ന വാച്ചുകൾക്കെല്ലാം അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വ്യത്യാസമുള്ള ടൈപ്പിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇതാണ് അതിന്റെ മെയിൻ മീനു വന്നിട്ട്. ഓക്കെ, ഇങ്ങോട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ അതും അടിപൊളി തന്നെയാണ്. ഒരു അടിപൊളി ഹെൽത്ത് പരമായിട്ടുള്ള സ്പോർട്സിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സെറ്റിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് നോക്കാം. അതും ഓരോ ഫിറ്റ്നസിൻ്റെതും BP ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുള്ള ആ ഒരു സംഭവങ്ങൾ ഇവിടെയും കാണുന്നുണ്ട്. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഇതിൽ വന്നിട്ട് ഇത് ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇത് പ്ലസ്സിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഏഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഡ് ചെയ്യാനുള്ള ആ ഒരു ഇതും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് സെറ്റിങ്സ് എല്ലാം നമുക്ക് നോക്കി നോക്കാം. ഓരോന്നോരോന്ന് അത് ബാക്ക് ആഡ് ചെയ്യുന്നുണ്ടാൽ ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടാൽ മെയിൻ മെനുക്ക് പോയിട്ടുണ്ട്. ഓക്കെ, തീംസിൻ്റെതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിത് മെയിൻ ഇതിന്റെ സെറ്റിംഗ്സിലേക്കാണ് പോകാൻ പോകുന്നത്. സെറ്റിംഗ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. ഇത് ഇങ്ങനെ വരെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയാണ് സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകുന്നത്.
സെറ്റിങ്സിൽ ഇവിടെ വന്നിട്ടുണ്ടാൽ മെയിൻ ആയിട്ട് ഇത് നമ്മളെ പേര്, കാര്യങ്ങൾ, ഏജ്, സംഭവം ഇതെല്ലാം, വെയിറ്റ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഫിറ്റ്നസിന്റെ ഒരു കാര്യങ്ങളും ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതിൽ വരുന്നുണ്ട്. ഇതിൽ വന്നിട്ടുണ്ടാലും ഇതാ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് അതിന് നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൺ ആക്കി കൊടുക്കുന്നതാണ്. ജനറൽ വരെ, ജനറൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ബ്ലൂടൂത്ത് ഓൺ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ബ്ലൂടൂത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ തിരിക്കണ സമയത്ത് ഒരു ഇതെല്ലാം വന്നിരുന്നത്, വൈബ്രേഷന്റെ അതെല്ലാം. ഇപ്പോഴും വൈബ്രേഷൻ വരുന്നത് കാണുന്നുണ്ട്. അത് ഇനി വേറെ എന്തെങ്കിലും സെറ്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇനി അതിന്റെ ബോട്ടിൽ പോയിന്നുണ്ടാല് അതിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളും അതിന്റെ വെർഷൻസും എത്ര സ്പീഡ് ഉണ്ടെന്നുള്ള 1.8 ഒക്കെ ആ ഒരു കാര്യങ്ങൾ, ഡേറ്റ് ഇഷ്യൂ അതെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് വന്നിട്ട് ഇംഗ്ലീഷാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5-10 ലാംഗ്വേജ് ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും ലാംഗ്വേജ് കാണുന്നുണ്ട്. നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷാണ്. അതിനുശേഷം ഇതങ്ങോട്ട് വരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് QR കോഡാണ് കാണുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു QR കോഡാണ് കാണുന്നത്. അത് നമുക്ക് ഏതാണെന്നുള്ള നമുക്ക് പിന്നീട് നോക്കി നോക്കാം. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് വരുന്നു. ഇവിടെ ഫാക്ടറി റീസെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളതാണ് അടുത്ത് കാണുന്നത്. ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്യാനുള്ളത് അതും കാണുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ബാക്ക് പോയതിന് ശേഷം നമ്മളിപ്പോൾ നോക്കുന്നത് ഇവിടെ അല്ലേ, ഈ ജനറലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ വരുന്നു. ഓക്കെ, ഇത് വന്നിട്ടുണ്ട് ഡോൺ ഡിസ്റ്റർബ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൺ ആക്കി കൊടുക്കുക, ആവശ്യം ചെയ്യാം. ഡിസ്പ്ലേയുടെ ആ ഒരു ഇതാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ ഇതിൽ വന്നിട്ടുണ്ടാൽ നമുക്കിപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു പകുതിയൊക്കെ ആയിട്ട് വെക്കാം. അപ്പൊ ബാറ്ററി ആ ഒരു ഇത് അത്രയും നമുക്ക് ഇതായി കിട്ടും. പിന്നെ അതിൻ്റെ സ്ക്രീനിന്റെ ടൈം കാര്യങ്ങൾ, സ്ക്രീൻ നമുക്ക് ഡിജിറ്റലും ക്ലോക്കും തമ്മിലും മാറ്റി കൊടുക്കാനുള്ള ആൽവേഴ്സ് ഡിസ്പ്ലേ അത് മാറ്റി കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ബാക്ക് പോവുക. ഓക്കെ, വീണ്ടും വരുന്നു. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതിന്റെ ആ ഒരു സ്ക്രീനിൽ ഒരു ഇതുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാൽ അതെല്ലാം പോകും. അപ്പൊ ബാക്ക് പോയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, അതൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നത്. അതിനുശേഷം വേറെ നമുക്ക് പിന്നെ ടൈമും ഡേറ്റും മാനുവലായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മൊബൈലുമായിട്ടും ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ളത്. അതിന് ശേഷം നമുക്ക് തീംസ് ഒരുപാട് ടൈപ്പ് തീംസുകളുണ്ട്. എത്ര ടൈപ്പ് തീംസ്? 5 ടൈപ്പ്, 2, 3, 4, 5, 6 ടൈപ്പ് തീംസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് സെറ്റ് ചെയ്യാന്നുള്ള ആ ഒരു സംഭവമാണ് കാണിച്ചത്. നമ്മൾ വീണ്ടും ഇവിടെ വരുന്നു, സെറ്റിങ്സിൽ പോകുന്നു. സെറ്റിങ്സ് ഒന്നും കുഴപ്പമില്ല കേട്ടാ. പിന്നെ ഇതാ സൗണ്ടിന്റെ അവർ ഇത് കൊടുത്തിട്ടുണ്ട്. സ്ട്രോക്കിന്റെ ഇത് നമുക്ക് ഇത് കാണിക്കാനുള്ള വോളിയം എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെക്കാം. ആ ഒരു ഇതുണ്ട്. സൗണ്ടിന്റെ ഇത് എവിടെ ഉണ്ട്, അതും വേണം നമുക്ക്. നോട്ടിഫിക്കേഷൻ ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ വേണം അത് നമുക്ക് കുറച്ച് വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് കാണിച്ചത്. പാസ്വേഡ് നമുക്ക് പാസ്വേഡ് ഇടാം. അത് ഓൺ ആക്കിയിട്ട് നമുക്ക് പാസ്വേഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ SOS ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മാർട്ട് വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ചില വീഡിയോസിലെല്ലാം നമുക്ക് ചോദിക്കും അതിന് ഇതെങ്ങനെ ചെയ്യാനുള്ളതെല്ലാം ചോദിച്ചിട്ട്. ഇത് സ്മാർട്ട് വാച്ച് വെച്ചാൽ ഡെയിലി നമുക്ക് എല്ലാ വാച്ചൊന്നും കിട്ടിക്കോളുന്നില്ല. നമുക്ക് കിട്ടുന്ന വാച്ചിന്റെ റിവ്യൂ ഒക്കെ ഞാൻ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ ഇതിന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് വേറെ വീഡിയോസ് ആണ് വരാം. അങ്ങനെ സുഹൃത്തുക്കളെ, സ്മാർട്ട് വാച്ച് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടുത്തുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോസിലാണ് വരെ. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.